സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴ തുടരാൻ കാരണം. പാലക്കാട് ശക്തമായ മഴയിൽ വീട് തകർന്നു. അതുപോലെ തന്നെ ബാണാസുര സാഗറും മലമ്പുഴ ഡാമിൻ്റെയും അതുപോലെ തന്നെ ഷോളയാർ ഡാമിൻ്റെയും ഷട്ടറുകൾ തുറന്നു. തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശത്തോടെ വ്യക്തമായ മാനദണ്ഡങ്ങളോടെയാണ് ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. വ്യക്തമായ മഴ ശക്തമായി മുന്നോട്ട് പോകും എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ നിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇടുക്കി ജില്ലയിൽ ഇന്ന് ഇടവിട്ട ശക്തമായ മഴയാണ് പെയ്യുന്നത്. വയനാട് ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. വെള്ളക്കെട്ടിലേക്കും പുഴയോരങ്ങളിലേക്കും പോകരുതെന്ന നിർദ്ദേശമുണ്ട്. തൃശ്ശൂരിലും മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. കൊച്ചിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. 29-ാം തീയതി വരെ നല്ല മഴ കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവിലുള്ളത്. 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ഇത്തരത്തിലുള്ള കാറ്റുണ്ടാകും എന്നാണ് ഒരു സൂചന. മലയോര മേഖലയിലെ രാത്രി യാത്ര നിർബന്ധമായിട്ടും ജില്ലാ കളക്ടർമാരോട് അപകടമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പുതുക്കുറിച്ചി സ്വദേശി 65 വയസ്സുള്ള ആന്റണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പാലക്കാട് കനത്ത മഴയിൽ വീട് തകർന്നു. പുതുശ്ശേരി സ്വദേശി കല്യാണിയുടെ വീടാണ് തകർന്നത്. മകളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയതിനാൽ കല്യാണി അപകടം പറ്റാതെ രക്ഷപ്പെട്ടു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ തീരദേശ മേഖലയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.